നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഒറ്റ ദിവസം കൂടി കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാജ്യം. കഴിഞ്ഞ തവണത്തേതിന് സമാനമായി അവസാന ഘട്ടത്തിൽ ധ്യാന ദൃശ്യങ്ങൾ രാജ്യത്തിന് സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം കന്യാകുമാരിയിലെത്തി ഒരു ദിവസം മുഴുവൻ ധ്യാനിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണെന്നും മതവിശ്വാസത്തെ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും പ്രതിപക്ഷം പരാതിപ്പെടുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വകവച്ചില്ല. ചട്ടലംഘനത്തിന്റെ പരിധിയിൽ അത് വരില്ല എന്നാണ് അവരുടെ വിശദീകരണം. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ സ്ഥാപനത്തിന് അഭിമുഖം നൽകവേ മഹാത്മാഗാന്ധിയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് പ്രാധാന്യവും പ്രചാരവും കൊടുക്കുന്നതിൽ മുൻ സർക്കാരുകൾ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന നരേന്ദ്രമോദിയുടെ വിമർശനമാണ്. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ പുറത്തു വന്നതിന് ശേഷമാണ് ലോകം ഗാന്ധിയെ അറിഞ്ഞു തുടങ്ങിയെന്നും നമ്മുടെ സർക്കാരുകൾ ഗാന്ധിയെ ലോകത്തെ പരിചയപ്പെടുത്താൻ ഒന്നും ചെയ്തില്ല എന്ന ഒരു വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ചരിത്രപരമായി ഏറെ പിശകുകളുള്ള ആ വാദം വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നത് ഇപ്പോൾ കാണുകയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും മുൻപ് തന്നെ സത്യപ്രതിജ്ഞ ഒരുക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ മോദി BJP മുന്നോട്ട് പോകുന്നു എന്നുള്ള കഥയാണ് കേൾക്കുന്നത്. റിസൾട്ട് എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഞാനായിരിക്കും എന്ന് കണക്കുകൂട്ടുകയാണോ, സന്ദേശം കൊടുക്കുകയാണോ മോദി? കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിനപ്പുറം ആ ഒരുക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടോ? വിവിധ വിഷയങ്ങൾ ഈ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമീപനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങൾ ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഈ മണിക്കൂറിൽ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ KP നൌഷാദ് അലി, കോൺഗ്രസ് നേതാവ്, ശ്രീ ഉല്ലാസ് ബാബു BJPയിൽ നിന്ന്, ശ്രീജിത്ത് ദിവാകരൻ മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീജിത്ത്, നോക്കൂ, കഴിഞ്ഞ 2019 സമാനമായ ഒരു ധ്യാന ദൃശ്യങ്ങൾ ഇന്ത്യക്ക് സമ്മാനിക്കാൻ പോവുകയാണ് അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി. മോദിയെയും BJPയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട സ്വഭാവമുള്ള മേഖലകളിൽ, മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ആവർത്തിക്കുന്നത്. അത് എന്തുമാത്രം ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്? അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ നേരത്തെ തയ്യാറാക്കിയ PR സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വലിയൊരു പ്രാധാന്യം നൽകേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിന് ശേഷം പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ BJPക്കും ഉണ്ടായിട്ടുള്ള മനംമാറ്റവും അതിനുശേഷം അവർ രാഷ്ട്രീയ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ പ്രചരണ സ്ട്രാറ്റജിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും ആയിട്ട് ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് വളരെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണ ഹിമാലയൻ മലനിരകളിലാണ് ധ്യാനം ഇരിക്കുന്ന ഒരു PR പരിപാടി അവിടെ നടത്തിയെങ്കിൽ ഇത്തവണ അത് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷനായിട്ടുള്ള ഇന്ത്യയിലെ 3 സമുദ്രങ്ങളും കൂടി ചേരുന്ന നമ്മുടെ ഏറ്റവും ഡൗൺ സൗത്തിലെ ഏറ്റവും അറ്റത്തുള്ള വിവേകാനന്ദ പാറയിൽ ഒരു ധ്യാനം നടത്തുന്നു. അത് കഴിഞ്ഞ തവണ 2019 വളരെ വിജയിച്ച ഒരു PR പരിപാടിയായിരുന്നു. അതുതന്നെ ആ രീതിയിൽ തന്നെ അത് ആവർത്തിക്കാനുള്ള പരിപാടിയാണ് BJP ചെയ്യുന്നത്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പബ്ലിക് റിലേഷൻ പരിപാടിയാണ്. അതവർ നടത്തുന്നതിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അതിലൊരു ഇഷ്ടംപോലെ തരത്തിലുള്ള എത്തിക്കൽ പ്രശ്നങ്ങളുണ്ട്. അതിൽ നമ്മുടെ ഡെക്കോറത്തിൻ്റെ ഇലക്ഷൻ ഡെക്കോറത്തിൻ്റെ വയലേഷൻ ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ അതവർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഈ അവസാനഘട്ട ഇലക്ഷനിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിൽ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ഘട്ടത്തിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ല് നമ്മുടെ വോട്ടേഴ്സിൻ്റെ ഇടയിലുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭയവും പ്രതീക്ഷയും എല്ലാം വിവിധ മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് BJP സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഇലക്ഷനിൽ നമ്മൾ കാണേണ്ടത് BJPക്ക് എത്രമാത്രം ഗുണകരമാണ് ദോഷകരമാണ് എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു ചിതറി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ ഗുണവും ദോഷവും അനുസരിച്ചിട്ടാണ് ഈ ഇലക്ഷനെ BJPയുടെ ദോഷം പരിഗണിക്കുമ്പോൾ ശ്രീജിത്ത്, ഇപ്പോൾ BJP പലതരത്തിലുള്ള സർവേകളും അഭിപ്രായ സർവേകളും അല്ലെങ്കിൽ മീഡിയ റിപ്പോർട്ട്സൊക്കെ വരുന്നുണ്ടല്ലോ. ഹിന്ദി ഹാർട്ട്ലാൻഡിൽ വലിയ വിചാരിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്ത വിധം BJP ചിലപ്പോൾ ഒന്ന് ചുരുങ്ങിയേക്കും. അങ്ങനെയാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ അവർ വെസ്റ്റ് ബംഗാളിൽ നടക്കം
പദ്ധതി ഇടുന്നുണ്ട്. ഇപ്പം എന്താ വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം പോയിട്ട് ധ്യാനം ഇരിക്കാൻ പോകുന്നത്. വിവേകാനന്ദൻ ഫ്രം വെസ്റ്റ് ബംഗാളിൽ വിവേകാനന്ദനെ പരിഗണിക്കാത്ത, വിവേകാനന്ദൻ്റെ വിശ്വാസത്തെ പരിഗണിക്കാത്ത ദീദിക്കുള്ള മറുപടി എന്ന നിലയ്ക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നാണല്ലോ വിവേകാനന്ദ പാറ. അല്ലെങ്കിൽ വേറെ ഒരുപാട് സ്ഥലങ്ങൾ നരേന്ദ്രമോദിക്ക് ധ്യാനം ഇരിക്കാനുണ്ട്. സോ അത് ഒരു വെസ്റ്റ് ബംഗാൾ ഒരു പ്രോജക്റ്റാണോ? അതിൻ്റെ ഒരു സാധ്യത എന്തുമാത്രമാണ്? അത് സ്വാഭാവികമായിട്ടും അതൊരു വെസ്റ്റ് ബംഗാൾ പ്രൊജക്റ്റ് കൂടിയാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളും പരിപാടികളും നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ 13 സീറ്റുകൾ അവസാന തെരഞ്ഞെടുപ്പിലുണ്ട്, അത് അവസാന ഘട്ടത്തിലുണ്ട്. അത് വളരെ നിർണായകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ വിവേകാനന്ദ പാറ ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. അക്കാര്യത്തിൽ യാതൊരു തരത്തിൽ സംശയവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമം BJP നടത്തുന്നത് മറ്റ് ഭാഗങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്നും കുറയുന്ന ചില വോട്ടുകൾ അല്ലെങ്കിൽ കുറയുന്ന സീറ്റുകൾ. കാരണം പല സ്ഥലത്തും അവർക്ക് തന്നെ കുറച്ച് സീറ്റുകൾ കുറയും. പ്രത്യേകിച്ചും ഒരു മഹാരാഷ്ട്രയിൽ ഇതേപോലെ മറ്റേ ഹാർട്ട്ലാൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലത്തും, രാജസ്ഥാനിൽ നിന്നും ബീഹാറിൽ നിന്നും അടക്കമുള്ള സീറ്റുകൾ കുറയും എന്നുള്ളൊരു പ്രതീക്ഷ BJPക്ക് തന്നെയുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നവർ വിചാരിക്കുന്ന 2 സ്ഥലങ്ങളിൽ, ഒന്ന് വെസ്റ്റ് ബംഗാളാണ്, മറ്റൊന്ന് ഒറീസയാണ്. ഈ 2 സ്ഥലങ്ങളിലും വിവേകാനന്ദൻ വളരെ നിർണായകമായിട്ടൊരു ആളാണ്. വിവേകാനന്ദൻ്റെ ഒരു പ്രസൻസ് അവിടെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തുടങ്ങിയതെല്ലാം അവരൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ, തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഇതിൽ തന്നെ അവർ തീരുമാനിച്ചിട്ടുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ളൊരു തീരുമാനമാണ്. അത് പെട്ടെന്ന് തീരുമാനിച്ച കാര്യങ്ങളൊന്നുമല്ല. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാഭാവികമായിട്ടുള്ള പല ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2047 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വർഷത്തിൽ BJP ഗവൺമെൻറ് എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്ന ആളുകളാണ് മറ്റേ BJPക്കാർ. ഇപ്പോൾ അടുത്ത എന്നാണ് മറ്റേ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ പുതിയ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതെന്ന് മാത്രമല്ല, ആ രീതിയിൽ പലതരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും പരിപാടിയിടുകയും ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന വലിയ ശുഭപ്രതീക്ഷയുടെ ആളുകളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർ പല ഉദ്യോഗസ്ഥന്മാർക്കും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോലും നടത്തി കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കുന്നതിൽ എന്തൊക്കെ പരിപാടികളുണ്ട് എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള മുന്നോട്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് തടസ്സങ്ങളായിട്ട് വന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ഇത്തരം ഈ PR പരിപാടികൾ സ്വാഭാവികമായിട്ടും ഗുണകരമായിരിക്കും എന്നുള്ളൊരു വിചാരം അവർക്കുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത് ഗുണകരമായിട്ടൊരു കാര്യമാണ്. അതിനെ ആ രീതിയിലാണ് ഞാൻ ഈ വിവേകാനന്ദ പാറയിലെ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഓക്കെ. KP നൗഷാദ് അലി, കോൺഗ്രസ് നേതാവ്. KP നൗഷാദ് അലി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പിന്നിട്ടത് മുതൽ ഇങ്ങോട്ട് 7 ഘട്ടം പൂർത്തിയാകുമ്പോൾ വരെ നരേന്ദ്രമോദിയും BJPയും വളരെ ഡിവിസീവ് സ്വഭാവത്തിലുള്ള സംഗതികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട അജണ്ട, പ്രധാനപ്പെട്ട മുദ്രാവാക്യം, പ്രധാനപ്പെട്ട വാചകം, ആപ്തവാക്യം എന്നൊക്കെ പറയുന്ന സംഗതി ഡിവിഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗംഭീരമായ പരിസമാപ്തിയാണ് അവർ ഈ ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കതിനകത്ത് എന്തുമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റും? ഇവിടെ നിഷാദ് പറഞ്ഞ കാര്യം ഒരുപക്ഷെ 2014-ലും 2019-ലും ഒക്കെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളാവാം. പക്ഷേ ഈ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ആളുകളുടെ ശ്രദ്ധയെ മാറ്റാൻ അല്ലെങ്കിൽ തൻ്റെ അജണ്ട നിർണയത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാനൊക്കെ നിരന്തരമായിട്ട് പല നരേറ്റീവുകളും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു നരേറ്റീവ് പോലും ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും പ്രധാന ചർച്ചയായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഏപ്രിൽ 16-നൊക്കെ രാജസ്ഥാനിൽ ചെയ്തു തുടങ്ങിയ പ്രസംഗം തൊട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തെ വളച്ചൊടിച്ചതും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയും മംഗല്യസൂത്രമൊക്കെ തൊട്ടത് അവസാനം മുജറ ഡാൻസിലെത്തി, അവസാനം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അത് ലവ് ജിഹാദിലേക്ക് എത്തി, മഹാത്മാഗാന്ധിയിലേക്ക് എത്തി, അങ്ങനെ പലതിലേക്കും അദ്ദേഹം
ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടും എവിടെയും ഒന്നും ചർച്ചയാവുകയോ തെരഞ്ഞെടുപ്പ് അജണ്ട നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് അത് മാറുകയോ ഉണ്ടായില്ല. പക്ഷേ പഴയ കാലത്ത് ഞാൻ ഓർക്കുന്നു, മൗത്ത് കി സൗദാഗർ എന്ന് സോണിയാഗാന്ധി എന്നെ ആക്ഷേപിച്ചു, മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിച്ചു, ഞാനൊരു ഹിന്ദു സാമ്രാട്ടായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ പഴി കേൾക്കേണ്ടി വന്നവനെന്ന് അദ്ദേഹത്തിൻ്റെ വ്യാപകമായൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ ചായ്വാല എന്ന് മണിശങ്കർ അയ്യർ വിളിച്ചത്, നീച്ചാദ്മി എന്ന അയ്യർ വിശേഷിപ്പിച്ചതിനെയൊക്കെ ഇവർ വലിയ തോതിൽ പൊലിപ്പിച്ചെടുത്ത് ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയെ പിടിച്ചെടുക്കും വിധത്തിലേക്ക് വളർത്തി വലുതാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഉടനീളം നരേന്ദ്രമോദി പ്രയോഗിച്ച് ഒന്നും ഇവിടെ ഏശിയിട്ടില്ല. കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ അതിന് മറുപടി പറയാൻ പോയിട്ടില്ല. കൃത്യമായിട്ട് ജീവസന്ധാരണം പിന്നെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാക്കി നിരന്തരമായി ഉയർത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, വിലക്കയറ്റം ഒക്കെ വലിയ തോതിൽ ചർച്ചയാക്കി മാത്രമാണ് മുന്നോട്ട് പോയത്. എന്നു മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷം യു പി പോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഉയർത്തിയ വലിയൊരു നെറേറ്റീവ്, ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്, ഭരണഘടനയെ അട്ടിമറിക്കാൻ പോകുന്ന BJPയെ തടുത്തു നിർത്താനുള്ള തെരഞ്ഞെടുപ്പാണ്, സംവിധാൻ ഖത്രേ മേ ഹേ എന്ന ഇന്ത്യ മുന്നണിയുടെ പ്രചരണമൊക്കെ വലിയ തോതിൽ അവിടെ വലിയ ജനവിഭാഗങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ BJP ഒരുപാട് സമയം ചെലവഴിക്കുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു കണ്ടത്. അപ്പോൾ ഇവിടെ അദ്ദേഹം സ്വാഭാവികമായിട്ട് ആരൊക്കെയോ എഴുതി തയ്യാറാക്കിയ ഒരു പദ്ധതിക്കനുസരിച്ചാണ് നരേന്ദ്രമോദിയുടെ എല്ലാ ചലനവും എന്ന് നമുക്കറിയാം. കാരണം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അദ്ദേഹം ഇപ്പോൾ ധ്യാനത്തിന് പോകുന്നത്. അതൊക്കെ അത്തരമൊരു സാഹചര്യവുമായിട്ട് കൂട്ടിയിണക്കി കാണുന്നതിനപ്പുറത്തേക്കൊരു വൈകാരികതയോ ഏതെങ്കിലും തരത്തിലുള്ള ചലനമോ ഇന്ത്യൻ വോട്ടറുടെ മനസ്സിൽ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നില്ല. ഈ ഹിന്ദുത്വ സംഗതി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ അജണ്ടയാക്കി സെറ്റ് ചെയ്യുന്നതിൽ BJP പരാജയപ്പെട്ടു എന്നതാണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം. ശ്രീ ഉല്ലാസ് ബാബു BJP നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഉല്ലാസ് ബാബു, ഒരു ക്ഷേത്രത്തിൽ പോവുക, ധ്യാനമിരിക്കുക, പ്രാർത്ഥിക്കുക എന്നതൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനയിൽ മുഴുകുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് തികച്ചും പേഴ്സണലായ ഒരു കാര്യമാണ്. മോദി എന്തിനാണത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമില്ലേ നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കും. എൻ്റെ ചോദ്യം, എന്തിനാണ് ഇതൊരു മൾട്ടി ക്യാം ഷൂട്ടൊക്കെ നടത്തി തത്സമയം ചെയ്യുന്നു, BJP ഹാൻഡിലുകൾ വഴി അത് പ്രചരിപ്പിക്കുന്നു? എന്തിനാണ് മോദി അദ്ദേഹത്തിൻ്റെ തികച്ചും പേഴ്സണലായ ഒരു വിശ്വാസ സംഗതിയെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ദൃശ്യവൽക്കരിക്കുന്നത്? നരേന്ദ്രമോദി 2014-ലും 2019-ലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയുടെ ഭാഗമായിട്ട് ധ്യാനിക്കാൻ പോകാറുണ്ട്. നിങ്ങളതിനെ വക്രീകരിച്ച് കണ്ടാലും അതിനെ നിങ്ങൾ വേറെ കണ്ണിലൂടെ കണ്ടാലൊന്നും ഞങ്ങളെ സംബന്ധിച്ച് കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തിന് പോകും. അദ്ദേഹം ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഈ ധ്യാനത്തിലൂടെയോ അദ്ദേഹം സ്വാഭാവികമായിട്ട് മൈൻഡിനെ കറക്റ്റാക്കുന്നതും ഇനിയുള്ള ദിവസങ്ങളിലേക്കുള്ള എനർജി ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ അങ്ങനെയായിരിക്കാം. അതിലൂടെ തന്നെയാണ് 2014-2019 കാണുന്നത്. നിങ്ങൾക്കതിനെ വക്രീകരിച്ച് കാണണം, അതിനെ വേറെ ശൈലിയിൽ കാണണം എന്നുള്ളത് നിങ്ങളുടെ കണ്ണിൻ്റെ പ്രശ്നമാണ് സാർ. അതൊന്നും നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹം ധ്യാനത്തിന് പൊക്കോട്ടെ, അദ്ദേഹം ആ കാര്യത്തിന് പോകുന്ന നല്ല കാര്യമാണ്. നൗഷാദ് അലി പറയുന്നത് പോലെ നൗഷാദ് അലിയുടെ പാർട്ടിയുടെ നേതാവിന് പോവാം. അദ്ദേഹം പോവാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വിയറ്റ്നാമിലേക്ക് മോദിയുടെ ക്ഷേത്ര ദർശനം അദ്ദേഹത്തിന്റെ തികച്ചും വ്യക്തിപരമായ കാര്യമായിരിക്കും. അതെന്തിനാണ് അദ്ദേഹം ഇത്ര വലിയ ആഘോഷമാക്കുന്നത്? കൂടുതൽ ക്യാമറകൾ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. കഴിഞ്ഞ തവണത്തെ ധ്യാനം അദ്ദേഹം ഒരു ഗുഹയ്ക്കകത്തായിരുന്നു. ഗുഹയ്ക്കകത്ത് ക്യാമറമാൻ കയറി നിന്നിട്ടാണ് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് താൻ ധ്യാനം ഇരിക്കുന്നത് ഇന്ത്യ മുഴുവൻ കാണണം, പല കോണുകളിലൂടെ കാണണമെന്ന് വിചാരിക്കുന്നത്, അത് നിങ്ങളുടെ തന്നെ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രചരിപ്പിക്കുന്നത് എന്തുദ്ദേശത്താലെയാണെന്ന് ചോദിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി നേതാവ് ധ്യാനം ഇരിക്കുന്നു, ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങളെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിൽ നിങ്ങളെ പ്രചരിപ്പിക്കേണ്ട. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ്, ഞങ്ങളുടെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ പാർട്ടിയെ നയിക്കുന്ന വ്യക്തി അദ്ദേഹം ധ്യാനം ഇരിക്കുന്നത് അത് ഗുഹയ്ക്കുള്ളിലാണെങ്കിലും അത് വിവേകാനന്ദ പാറയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങളുടെ പാർട്ടി കാരണങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നേ. അത് ഞങ്ങളുടെ അവകാശമല്ലേ. നിങ്ങളാരത് ചോദ്യം ചെയ്യാൻ? നിങ്ങൾക്ക് എന്താ അതിനുള്ള അവകാശം? ഞങ്ങളുടെ നേതാവ് എന്ത് ചെയ്യണം, ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഏതൊക്കെ കാര്യങ്ങൾ പ്രചരിപ്പിക്കണം ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിലൊന്നും നിങ്ങൾ കയറി ഇടപെടുകയും വേണ്ട. അല്ല, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചർച്ച ഇത്ര വലിയ ഒരു സംഗതിയിലേക്ക് പോയില്ല കേട്ടോ. ഇപ്പോഴേ താങ്കൾ ഹീറ്റാവല്ലേ?
ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കുകയാണ്, അല്ലാതെ ഇത് ചർച്ച തന്നെ ആക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പോകാൻ പാടില്ല എന്ന് ഞാൻ ഒരാളുടെ വ്യക്തിപരമായ കാര്യം, ഒരാളുടെ ജീവിതചര്യ, അയാളുടെ വിശ്വാസം, ആ വിശ്വാസത്തെയൊക്കെ വക്രീകരിച്ച് കാണിച്ചിട്ട് അതൊരു ഇന്റർനാഷണൽ അജണ്ടയാണെന്നും അത് നിങ്ങളുടെ ഒരു ശൈലിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ഞങ്ങളും കൂടി വരണം എന്ന് വിചാരിച്ചാൽ നടക്കില്ലെന്നേ. നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള BJP-യുടെ ശക്തരായിട്ടുള്ള നേതാവ്, അതുകൊണ്ട് ഈ അങ്ങനെ താങ്കൾ വേറൊരു വഴിക്ക് ഞങ്ങളുടെ പ്രവർത്തകർ ഹാൻഡിലിൽ, ഞങ്ങളുടെ പ്രവർത്തകർ അത് പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹാൻഡിൽ അത് പ്രചരിപ്പിക്കുന്നു, ഞങ്ങളുടെ നേതാവ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്താ അതിൽ വിരോധം? അതിൽ ഹീറ്റ് കാണേണ്ട കാര്യമില്ല. അല്ല, താങ്കൾ ഹീറ്റായാലും ആ വഴിക്ക് ഈ ചർച്ച ആകെ ഹീറ്റായി കളയുമെന്ന് വിചാരിക്കേണ്ടതില്ലെന്ന് ഞാൻ പറയായിരുന്നു. വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലം രാജ്യത്തിന്റെ പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങൾ ഏത് വഴിക്ക് പോയാലും എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി. ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് എന്റെ മാത്രമായ ചോദ്യമല്ല. രാജ്യത്തെ പ്രതിപക്ഷം ഇതൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണ്, ഇത് അനുവദിക്കാൻ പാടില്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് തടയണം ആവശ്യപ്പെടുകയും അത് കമ്മീഷൻ നിരസിക്കുകയും ചെയ്തു. ആ നിലയ്ക്ക് ഡെവലപ്പ് ചെയ്ത ഇഷ്യൂ ആണല്ലോ. അല്ലാതെ നമ്മൾ 4 പേര് മാത്രം കൂടി സംസാരിക്കുന്ന ഒരു വിഷയമല്ല. രാജ്യത്തെ പ്രതിപക്ഷം ഇത് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ അജണ്ടയൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ശരി. ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം, പ്രതിപക്ഷത്തിന്റെ അജണ്ട എന്താണെന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ വെപ്രാളം എന്താണെന്നും. ശരി, എനിക്കൊരു മറ്റൊരു കാര്യം, ഇപ്പൊ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ നരേന്ദ്രമോദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വേദന ഈ മഹാത്മാഗാന്ധിയെ വേണ്ട രീതിയിൽ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ മുൻ സർക്കാരുകൾ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം കാണുന്ന ഒരു കാര്യം, ആറ്റൻബറോയുടെ സിനിമ വന്നതിന് ശേഷമാണ് ലോകം സത്യത്തിൽ ഗാന്ധിയെക്കുറിച്ച് ശ്രമിച്ചു തുടങ്ങിയത്, മനസ്സിലാക്കി തുടങ്ങിയത് എന്ന് പറയുന്നു. അതിൻ്റെ വസ്തുതകളിലേക്ക് പോകുന്നതിന് മുൻപ് മഹാത്മാഗാന്ധിയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ 10 വർഷക്കാലത്തിനിടയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ എടുത്ത എക്സസൈസുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ? നോക്കൂ നിഷാദ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഞാൻ നേരത്തെ നിങ്ങൾ ഹീറ്റ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങളൊരു വിഷയത്തെ, പ്രത്യേകിച്ച് ഒരു വിഷയത്തെ എടുത്ത് പ്രതിപക്ഷത്തിൻ്റെ അജണ്ട സെറ്ററായിക്കൊണ്ട് ഒരു വിഷയത്തെ നിങ്ങളെടുത്ത് വക്രീകരിക്കുന്നത് കാണുമ്പോഴാണ് നമുക്കൊക്കെ ദേഷ്യം വരുന്നത്. നിഷാദ് ഒരു കാര്യം നിഷാദ് ചോദിച്ച ചോദ്യത്തിന് അക്കമിട്ട് ഞാൻ മറുപടി പറയാം. ശ്രീ നരേന്ദ്രമോദിജി എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ എത്ര വർഷം ഈ കോൺഗ്രസ് എന്താണ് മഹാത്മാഗാന്ധിജിയുടെ വാല്യൂവിനെ കുറിച്ച് ഇന്റർനാഷണൽ മേഖലകളിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ കോൺഗ്രസ് എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല, വേണ്ട വാല്യൂ കൊടുത്തിട്ടില്ല. ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് ലാറ്റിൻ അമേരിക്ക പോലെയുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ വാല്യൂവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. നരേന്ദ്രമോദി സർക്കാർ 10 വർഷക്കാലമായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതൊരു സ്ഥലത്തും ബാപ്പുജി എന്ന് വിളിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ബാപ്പു എന്ന് വിളിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയും അദ്ദേഹം ഭാരതത്തിന് കൊടുത്ത സംഭാവനകളും അദ്ദേഹത്തിൻ്റെ വാല്യൂവും നരേന്ദ്രമോദി സ്വയം 10 വർഷക്കാലം ഈ ലോകരാജ്യങ്ങളിൽ കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ആ കുരുടൻ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു അഭിമുഖം നടത്തുന്നു, അഭിമുഖത്തിൽ ഒരു കാര്യം പറയുന്നു, ആ വിഷയത്തെ നിങ്ങൾ എന്തിനു വക്രീകരിക്കുന്നു? അദ്ദേഹം പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ. ഗാന്ധിയൻ മൂല്യങ്ങളെ ലോകത്തിന് പരിചയപ്പെടുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ള സീരിയസ് വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണ്. സിനിമയുടെ കാര്യം പോട്ടെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്തത്? അദ്ദേഹം മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന എല്ലായിടത്തും പ്രസംഗിക്കുന്നു എന്നതിനെ കുറിച്ചല്ല എന്റെ ചോദ്യം. 1995 കോൺഗ്രസ് ആണ് ഗാന്ധി പീസ് പ്രൈസ് ഏർപ്പെടുത്തുന്നത്, 1 കോടി രൂപയുടെ. ലോകത്ത് പല നേതാക്കളും ആ പുരസ്കാരം നേടിയിട്ടുണ്ട്. നിങ്ങൾ ഏർപ്പാടാക്കിയത് എന്താണ്? മഹാത്മാഗാന്ധിയുടെ പേരിൽ രാജ്യത്തെമ്പാടും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്, സ്കീമുകൾ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലെ. നിങ്ങളുടെ നേതാക്കളുടെ, പ്രധാനമന്ത്രിയുടെ തന്നെ പേരിട്ടതല്ലാതെ ഗാന്ധിയുടെ പേരിൽ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ഏതാണ്? ഗാന്ധിയുടെ പേര് നിലനിൽക്കാനും അദ്ദേഹത്തിന്റെ സ്മൃതി നിലനിർത്താനും നിങ്ങളെടുത്ത ഒരു എഫേർട്ട് എന്താണ്? മോദി പ്രസംഗിച്ച കാര്യം പറയല്ലേ, എന്താണ് ചെയ്തത്? എന്താ മോദി പ്രസംഗിച്ച കാര്യം പറഞ്ഞാൽ നിഷാദ് റാവുത്തർക്ക് കുഴപ്പം? മോദി എന്താ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുകളില്ല? മോദി പ്രസംഗിച്ച കാര്യങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല?
മോദി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും മോദി ഭാരതത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആ ശ്രദ്ധയോടുകൂടിയും അതിന്റെ വാല്യൂ അനുസരിച്ചും അതിനെ എടുക്കാനും ലോകരാഷ്ട്രങ്ങൾ തയ്യാറായത് നിഷാദ് റാവുത്തറിന് അറിയില്ല. കാണാത്തത് കൊണ്ടാണ് താങ്കൾ ഗാന്ധിയെ ലോകത്തിന് ഓർത്തു വെക്കാൻ, ഈ രാജ്യത്തിന് ഓർത്തു വെക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? മോദി പ്രസംഗിച്ച കാര്യം പറഞ്ഞാൽ നെഹ്റു പ്രസംഗിച്ചിട്ടുണ്ട്, മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുണ്ട്, നരസിംഹറാവു പ്രസംഗിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ ഗാന്ധിയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങളും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കാലത്ത് പുരസ്കാരങ്ങൾ ഏർപ്പാടാക്കുന്നു, അവരുടെ കാലത്ത് ഇത്തരം സ്മൃതി മന്ദിരങ്ങൾ വരുന്നു, അവരുടെ കാലത്ത് ഇത്തരം സ്കീമുകൾക്ക് പേര് വരുന്നു. നിങ്ങളുടെ കാലത്ത് ഗാന്ധിയുടെ പേരിൽ ഉണ്ടാക്കിയ നിങ്ങൾക്കറിയില്ല, നെഹ്റു മേടിച്ച പുരസ്കാരം സ്വന്തം പേരിലാണ്. എന്താണ് ഈ നെഹ്റു കുടുംബത്തിന്റെ പുറകിൽ ഓടുക അല്ലാതെ കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തിട്ടുള്ളത്? നെഹ്റുവിന്റെ പേരിലും ഇന്ദിരാഗാന്ധിയുടെ പേരിലും മാത്രമല്ല അത് ഓടി. ഒരു സ്ഥാനാർത്ഥി ഇന്ത്യയിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക. ഇന്ത്യയിൽ മൊത്തം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് മരണത്തെ പോലും ആഘോഷിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടനയാണ് ഈ കോൺഗ്രസ് പാർട്ടി. ഈ നെഹ്റു കുടുംബത്തിന്റെ പുറകെ ഓടി 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 നടക്കുക അല്ലാതെ ഒരു തരത്തിലും മഹാത്മാഗാന്ധിയോട് നീതി കാണിക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് കോൺഗ്രസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയോടും ഭാരതീയ ജനതാ പാർട്ടിയോടും സംവിധാനത്തോടുള്ള നിങ്ങളോടുള്ള ഞാൻ ചോദിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇത് ഇങ്ങനെ പറയല്ലേ? വസ്തുത പറയൂ, നമുക്ക് പ്രസംഗിക്കാൻ ടൈമില്ല, നമുക്ക് പ്രസംഗമായി എടുക്കാൻ സമയമില്ല. വസ്തുതകൾ പറയൂ. നിങ്ങൾ നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തിനിടയ്ക്ക് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു നേത്രരോഗ ചികിത്സാ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് കോൺഗ്രസ് മഹാത്മാഗാന്ധിയോട് കാണിച്ചില്ല. നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? കുടുംബത്തിന്റെ പുറകെ ഓടിയ ആ ഓട്ടം ശരി. കെ പി നൗഷാദ് അലി നരേന്ദ്രമോദി ലോകമെങ്ങും നടന്ന് ബാപ്പുജിയെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതാണ് മഹാത്മാഗാന്ധിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോ ഗാന്ധിയുടെ പേരിൽ എന്തെങ്കിലും ഒരു നേത്രരോഗ ചികിത്സാ ക്യാമ്പെങ്കിലും സംഘടിപ്പിച്ചോ എന്ന ചോദ്യം എന്താ പറയുക? മഹാത്മാഗാന്ധി മാത്രമല്ല സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചും ഗാന്ധിയെക്കുറിച്ച് അതിന്റെ വാല്യൂവിനെ കുറിച്ചൊക്കെ ഗാന്ധിയെക്കുറിച്ച് നിരോധിച്ചാലാണ് സർദാർ വല്ലഭായ് പട്ടേൽ നമ്മൾ തമ്മിൽ ഒരുപാട് നേരം പോകുന്നു. ശ്രീ നൗഷാദ് അലി ഗാന്ധിയെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള വലിയ ഒരു ശ്രമം എത്രയോ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ ആശയധാര ഗാന്ധിയെ കൂടി അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിക്കുന്നു. അപ്പോൾ ഗാന്ധിയുടെ മൂല്യങ്ങളെ എടുത്ത ആളുകൾ, അതിൻ്റെ പ്രചാരകർ, അത് സ്വാംശീകരിച്ചവർ ഞങ്ങളാണെന്ന് പറയാനാണ് മോദി ശ്രമിക്കുന്നത് പുതിയ തലമുറയോട്. ഞാനിവിടെ ഈ BJPയുടെ സ്നേഹിതൻ ഉല്ലാസ് കുറെ കൂടി മാന്യമായിട്ടാണ് ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതേപോലെ മറ്റൊരു വക്താവ് വന്നിരുന്ന് പറഞ്ഞ് ചെറുതായിട്ടൊരു 3 വെടിയങ്ങ് വെച്ചു ഗാന്ധിജിയെ കൊന്നു എന്ന് പറഞ്ഞ ആ വക്താക്കളൊക്കെ ഒരു പാർട്ടിയാണ്. അദ്ദേഹം താരതമ്യേന മാന്യമായിട്ടാണ് പറയുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ മഹാത്മാഗാന്ധിയോട് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാൻ ഉള്ള ഒന്ന്, അവർ മഹാത്മാഗാന്ധി വധക്കേസിൽ പ്രതിയാവുകയും പിന്നീട് സംശയത്തിൻ്റെ ആനുകൂല്യം മാത്രം ലഭിച്ച് വിട്ടയക്കപ്പെടുകയും ചെയ്ത സവർക്കറുടെ ചിത്രം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് അഭിമുഖമായിട്ട് സവർക്കറിൻ്റെ ചിത്രം പ്രതിഷ്ഠിക്കുകയും ആ സവർക്കർ ഗീതികൾ ഈ 10 വർഷവും മുഴക്കി നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. അത് നേട്ടമാണോ കോട്ടമാണോ എന്നൊക്കെ ലോകം വിലയിരുത്തട്ടെ. ഏതായാലും ഗാന്ധിയും ഇവരും, സുഭാഷ് ചന്ദ്രബോസും ഇവരും, സർദാർ വല്ലഭായ് പട്ടേലും ഇവരും, നെഹ്റുവും ഇവരും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞിട്ട് അറിയേണ്ട ഒരു കാര്യമില്ല, BJPക്കാർ ഇപ്പോൾ പറഞ്ഞിട്ട് അറിയേണ്ട ഒരു കാര്യമില്ല. കാരണം ആ കാലത്തെ സംഘപരിവാറുകാർ, അത് ഗോൾവൾക്കർ ആയാലും ഹെഗ്ഡെവാർ ആയാലും സവർക്കർ ആയാലും ശ്യാം പ്രസാദ് മുഖർജി ആയാലും ബൽറാം മധേക്ക ആയാലും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എത്തരത്തിലാണ് ഇവരെയൊക്കെ സമീപിച്ചത് എന്നതൊക്കെ ഇവിടെ ചരിത്രമാണ്. അവരെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായപ്പെട്ടതും എഴുതിയതൊക്കെ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കാലം മാറി കുറേ മുന്നോട്ട് വരുമ്പോൾ ചില ആളുകളെയൊക്കെ സെലക്റ്റീവായിട്ട് എടുത്ത് ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകാൻ
അവർ ശ്രമിക്കുന്നുണ്ട്. അവർ ശ്രമിക്കുന്നതിന് അല്ലെങ്കിൽ അവരത് ചെയ്യുന്നതിനൊക്കെ നമുക്കും സന്തോഷമേ ഉള്ളൂ. കാരണം അവർ തെറ്റുതിരുത്തി അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവർ ഇതിനെയൊക്കെ വീണ്ടും ഇതിനിടയിലൊരു വിഘടനമുണ്ടാക്കി ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ചരിത്രം അവരെ നോക്കി പല്ലിളിച്ച് കൊഞ്ഞനം കുത്തും. ചരിത്രബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പണികളൊക്കെ വലിയ ചിരികൾ മാത്രമാണ് ഉയർത്തുക. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയും ഒരു സ്ഥാനവും ഇടവുമില്ലാത്ത ആളുകൾ ചരിത്രത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നതിൻ്റെ അപ്പുറത്തൊന്നും അതിനകത്ത് യാതൊരുവിധ പ്രത്യേകതകളില്ല. അല്ലെങ്കിൽ അവരിപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം 2020 അവരിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചത്. അതിനകത്ത് സ്വാതന്ത്ര്യ സമരവും ഇല്ല, കോളനിവൽക്കരണവും ഇല്ല, മുഗൾ ഭരണവും ഇല്ല, അതിനു മുമ്പത്തെ ഡൽഹി സുൽത്താനേറ്റ് ഇല്ല, അതിനു മുമ്പ് ഇവിടെ കനിഷ്കനും ഹർഷവർദ്ധനും യശോവർമ്മൻ തൊട്ട് അശോകം വരെ ഉണ്ടാക്കിയ ബൗദ്ധ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരമില്ല, അതിനു മുമ്പുള്ള ഗുപ്ത മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും തുച്ഛമായ വിവരങ്ങളേ ഉള്ളൂ. ഏതോ പുരാതന കാലത്തെ കഥകളും ഇതിഹാസങ്ങളും ഒക്കെയാണ് അവർ ചരിത്രമായിട്ട് ഇവിടെ കെട്ടിയെഴുന്നള്ളിക്കുന്നത്. അപ്പോൾ അത്തരം മാനസികാവസ്ഥയുള്ള പാർട്ടിക്കാരും ആളുകളും ഒക്കെ ഗാന്ധിയൊക്കെ ഇങ്ങനെയൊക്കെ പറയുക ചെയ്യുക എന്നുള്ളതിലൊന്നും ഒരു അത്ഭുതമില്ല. ഇതിങ്ങനെ ഒരു നിന്നാസ്തുതിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഗാന്ധിയെ അവർക്കുള്ളിൽ എത്രമാത്രം വൈരമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇത്തരത്തിലുള്ള നിന്നാസ്തുതികളിലൂടെ ഗാന്ധിയെ വീണ്ടും താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കാൻ നിഷാദ്, ഇവിടെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെയുള്ള ഗ്രാഹ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ നാണം കെടുത്തുന്നത്. കാരണം മുമ്പ് ഞാൻ സത്യപാൽ മല്ലിക് പറഞ്ഞത് ഓർക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ പോലും ഒപ്പിടുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് സത്യപാൽ മല്ലിക് നമ്മോട് വിളിച്ചു പറഞ്ഞിരുന്നു. മാത്രമല്ല ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത, ഒരു അഭിമുഖം പോലും മുൻകൂർ തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഒഴിവാക്കി നടത്താത്ത, ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായമില്ലാതെ പ്രസംഗിക്കാത്ത നരേന്ദ്രമോദിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭോഷ്കുകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തോദ്ദീപകമായ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് തെറ്റുകാർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി. അല്ല ശ്രീജിത്ത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദി ഗാന്ധിയെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു യുക്തി എന്തായിരിക്കും? സത്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10 വർഷക്കാലം ഇന്ത്യൻ അന്തരീക്ഷം ഗോഡ്സെയെ പുകഴ്ത്താൻ ആളുകൾക്ക് കൂടുതൽ ആവേശവും ഒപ്പം ആളുകൾക്ക് മടിയില്ലായ്മയും രൂപപ്പെട്ട 10 വർഷമാണ് കഴിഞ്ഞു പോയത്. ഗാന്ധിയെ കൊല്ലുന്നത് റീക്രിയേറ്റ് ചെയ്യുന്ന ഹിന്ദു സഭയുടെ ഒരു വനിതാ നേതാവിനെയൊക്കെ നമ്മൾ കണ്ടു. ഗോഡ്സെയുടെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി കുറേ ആളുകൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് കണ്ടു. അങ്ങനെ ഗോഡ്സെയെയും പുകഴ്ത്താം, അതിന് റിവാർഡ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ച ആളുകൾ ഇറങ്ങാൻ ധൈര്യപ്പെട്ട കാലമാണ്. പക്ഷേ അതിനിടയ്ക്കാണ് മോദി ഇതാ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആളുകളോട് പറയുന്നത് ഗാന്ധിയെ സത്യത്തിൽ നന്നായി കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണെന്ന്. ഈ അപ്രോപ്രിയേഷൻ ഏത് കൈൻഡ് ഓഫ് വോട്ട് ബാങ്കിനെ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക? അല്ല നിഷാദ്, നമുക്ക് ഒരു ഹിന്ദുത്വയുടെ അല്ലെങ്കിൽ RSSൻ്റെ ഇപ്പോഴത്തെ BJPയുടെ എല്ലാവരുടെയും ഒരു ദീർഘകാലമായിട്ടുള്ളൊരു രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ശത്രു എന്ന് പറയുന്നത് ഗാന്ധിയാണ്. ഗാന്ധിയാണ് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക്, ഹിന്ദുത്വം ഉദ്ദേശിക്കുന്ന എല്ലാ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക്, അത് സവർക്കർ മുതൽ അല്ലെങ്കിൽ ഗോൾവാൾക്കർ മുതൽ ഉള്ള ആളുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയത്തിനും തടസ്സമായിട്ട് നിന്നിട്ടത്. നമ്മൾ ചില സമയത്ത് വളരെ നേവായിട്ടാണ് പല കാര്യങ്ങളെയും സമീപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മോഡി ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. വളരെ പുള്ളി എന്തോ ഒരു മണ്ടത്തരം പറയുന്നുവെന്നോ അല്ലെങ്കിൽ എന്തോ ഒരു തരം ആലോചിക്കാതെ പറയുന്നു, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് പറയുന്നു എന്നുള്ള മട്ടിൽ പറയുന്നു. അത്തരം ഒരു കാര്യമേ അല്ല ഇത്. അത് വളരെ ചിന്തിച്ചുറപ്പിച്ച് വളരെ തീരുമാനിച്ചിട്ടാണ് ഓരോ അഭിമുഖവും തയ്യാറാക്കി നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ടെലിപ്രോംപ്റ്ററൊക്കെ വഴി കൊടുക്കുന്നു എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വാക്കും ഒരു വാചകവും അതിൻ്റെ ഇടയിലുള്ള ഒരു നിശബ്ദത പോലും നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നത് ഒരു തരത്തിലേക്ക് തയ്യാറാക്കിയിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് മോഡിയുടെ അഭിമുഖങ്ങളും അതേപോലെയുള്ള പ്രസംഗങ്ങളുമെല്ലാം. അത് കാരണം തന്നെയാണ് BJPയുടെ ഇടയിൽ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേറ്ററായിട്ട് മോഡി നിലനിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നത്, ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഒരു വാചകം പോലും ഒരു തരത്തിലൊരു നാക്കുപിഴയായിട്ട് ഞാൻ കാണുന്നില്ല. അതുപോലും ഒരു തരത്തിലൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഗാന്ധി
എന്നുള്ളത് ഒരു പ്രവർത്തിക്കുന്ന ഒരു വ്യവഹാരമായിട്ട് നിലനിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ ആശയ അടിത്തറയും. അത് ദീർഘകാലമായിട്ടുള്ള അവരുടെ ഒരു കാര്യമാണ്. അവരുടെ ഒരു ആശയഗതിയുടെ ഒരു തുടർച്ചയായിട്ട് ഗാന്ധിജി കൊല്ലപ്പെടുന്നത് വരെ ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് അത് BJPയുടെ ഹിന്ദുത്വയുടെ ആശയത്തിന് മുന്നോട്ട് പോകാനായിട്ട് തടസ്സമാണ് എന്നുള്ളതാണ്. കാരണം ഗാന്ധിജി ഒരു സനാതന ഹിന്ദുവാണ്. ഗാന്ധിജിയെ ആ രീതിയിൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല. ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ആശയവും BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയ അടിത്തറയിൽ നിന്ന് തന്നെയാണ് ഗാന്ധിജി പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരാൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ഇന്ത്യൻ ഹിന്ദുക്കളെ പോലെ തന്നെ ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടെന്നും അവർക്ക് തുല്യമായ ഒരു സ്ഥാനമുണ്ടെന്നും പറഞ്ഞതാണ് ഗാന്ധി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹമായിട്ട് ഹിന്ദുത്വം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നാഥുറാം വിനായക് ഗോഡ്സെയുടെ മറ്റേ ഷിംലയിലുള്ള മറ്റേ കോടതി വിചാരണ നടക്കുന്ന സമയത്തുള്ള പ്രതികരണങ്ങളുടെ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. കാരണം ഗാന്ധി എന്താണ് തെറ്റ് ചെയ്തതെന്ന് ഗോഡ്സെ വിശദീകരിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജിയെ ഗാന്ധി എങ്ങനെയാണ് ഒരു നശിപ്പിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തെ എങ്ങനെയാണ് ഗാന്ധിജി ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് ഗോഡ്സെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചർച്ചകളിൽ വരെ നമ്മളെപ്പോഴും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോഡ്സെ കൊന്നതുകൊണ്ടാണ് ഗാന്ധി എന്ന് പറയുന്നത്. ഗോഡ്സെ അല്ല ഗാന്ധിയെ കൊല്ലുന്നത്. ഗാന്ധിയെ കൊല്ലുന്നത് ഒരു ആശയമാണ്. അത് എന്ന് പറയുന്നത് ഒരു വിനാശകരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു തീവ്രവാദ ആശ്രയമാണ് കൊല്ലുന്നത്. ഗോഡ്സെ ഒരു ടൂൾ മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ ഇവർ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരൊരു ചെയ്തിട്ടുള്ള ഗാന്ധി എന്നുള്ളത് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായിട്ട് അതിപ്പോൾ മാത്രമല്ല, അത് ഇവിടെ മാത്രമല്ല, അത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ പുതിയ തരത്തിലുള്ള ഒരു ടെലിവിഷൻ സീരീസുകൾ, അതായത് 20 വയസ്സുള്ള കുട്ടികൾ അഭിനയിക്കുന്ന ടെലിവിഷൻ സീരീസുകൾ കണ്ടാൽ പോലും അതിനകത്ത് പോലും പ്രവർത്തിക്കുന്ന ഒരു വ്യവഹാരമാണ് ഗാന്ധി എന്ന് പറയുന്നത്. കാരണം ഗാന്ധി എന്ന് പറയുന്ന വാക്ക്, ഗാന്ധി എന്ന് പറയുന്ന ആശയം ലോകമെമ്പാടും എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നൊരു കാര്യമാണ്. അത് നരേന്ദ്രമോദിക്ക് അറിയാത്തതാണ് എന്നോ അല്ലെങ്കിൽ അതറിയാൻ പാടില്ലാതെയാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നതെന്നോ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. അതറിയാൻ പാടില്ലാത്തത് കൊണ്ടേ അല്ല, മറിച്ച് ആ ആശയത്തെ ഇല്ലാതാക്കുന്നതിനോ ആ ആശയം നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതോ തരത്തിലേക്ക് വ്യാഖ്യാനിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അത് ഇവിടെ വലിയ ഗൗരവമായിട്ടുള്ളൊരു കാര്യമല്ല എന്നും അത് പിന്നെ ഒരു തരത്തിൽ മറ്റൊരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതുമെല്ലാം അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം പിന്തുടരുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അജണ്ടയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുകയും വേണം. അതുകൊണ്ട് തന്നെ അത് ആ ഇലക്ഷൻ്റെ അവസാന സമയത്താണെങ്കിൽ പോലും ആ ആശയത്തെ പിന്നീട് തുടർന്നുള്ള ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇവർ ഈ പറഞ്ഞവർ ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഒറ്റ ആശയത്തിൻ്റെ പുറത്തല്ല ഹിന്ദുത്വം ഒരു സമയത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. ഹിന്ദുത്വം പ്രവർത്തിക്കുന്നത് ദീർഘകാലമായിട്ടുള്ളൊരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ദീർഘകാലമായിട്ടൊരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും മുന്നോട്ട് പോകേണ്ട ഒരു ആശയമാണ് ഇവരുടെ മുന്നിലുള്ളത്. ആ ആശയത്തിൻ്റെ തുടർ നടത്തിപ്പിന് എപ്പോഴും ഒരു തടസ്സമായിട്ടുള്ള ഒരാളാണ് ഗാന്ധി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗാന്ധിയെ ഏത് സമയത്തും നിരാകരിക്കാനും ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളെ ഇല്ലാതാക്കാനും അതിനെ എത്രമാത്രം ചുരുക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് ചുരുക്കാനും ഏത് സമയത്തും ഹിന്ദുത്വം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചത്. അതിൽ ഒരു അല്പകാലമായിട്ടോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഒരു ഇലക്ഷൻ അജണ്ടകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ദീർഘകാലമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് അത് ഹിന്ദുത്വയുടെ മുന്നോട്ടേക്കുള്ള പ്രയാണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഗാന്ധിയെക്കുറിച്ച് നരേന്ദ്രമോദി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പറഞ്ഞു പോകുന്ന ഒരു വാചകമല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട് എന്നാണ്. ഞാൻ BJP പാനലിസ്റ്റിൻ്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേളെടുത്ത് വേഗം തിരിച്ചു വരാം.
ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ഈ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് മോദി നടത്തിയ സ്റ്റേറ്റ്മെന്റ്, ഒപ്പം സംഘപരിവാരത്തിന്റെ ഗാന്ധിയോടുള്ള സമീപനം എന്നീ വിഷയങ്ങൾ വിമർശനാത്മകമായ കമന്റാണ് മറ്റു രണ്ട് പാനലിസ്റ്റുകൾ പറഞ്ഞത്. അതിന് താങ്കൾക്ക് മറുപടി പറയാം. അതിന് കൂടെ ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കൂടി ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഗാന്ധിയുമായി ബന്ധപ്പെട്ട സ്മൃതികളെല്ലാം എടുത്തുകളയും, അവിടെയെല്ലാം സംഘപരിവാർ ആഗ്രഹിക്കുന്ന നേതാക്കളെ മാത്രം, അവരുടെ പേരുകളെ മാത്രം പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് നമ്മുടെ മുമ്പിൽ വളരെ വസ്തുതാപരമായ തെളിവുകളുണ്ട് എന്ന് കാണാം. ഏതെങ്കിലും ഒരു പദ്ധതിക്ക് പോലും ഗാന്ധിയുടെ പേരിടുക എന്നതല്ല, മറിച്ച് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ പേരുകൾ മാത്രം ഉപയോഗിക്കുക, അവർക്ക് വേണ്ടി മാത്രം പദ്ധതികൾ ആവിഷ്കരിക്കുക, പലയിടത്തും പേരുകൾ പുനർനാമകരണം ചെയ്യുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ഗാന്ധിയെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്, ഞങ്ങൾ ഓർമ്മയിൽ നിലനിർത്തുന്നുണ്ട് എന്ന് പറയുന്നതിലെ അയുക്തികത കൂടി വിശദീകരിക്കാമോ? അതിൽ യാതൊരുവിധ തരത്തിലുള്ള നിഷാദ് റാവത്തിൽ പറഞ്ഞ കാര്യങ്ങളിലും സത്യസന്ധതയില്ല. നിങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ് പ്രചരിപ്പിക്കുന്നത്. കാരണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 10 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ആദർശങ്ങളും ആശയങ്ങളും കാഴ്ചപ്പാടുകളും ശൈലികളും അത് ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എടുത്ത വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ ബഹുമാന്യ നരേന്ദ്രമോദിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരും അദ്ദേഹത്തിൻ്റെ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും. സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ ആദ്യം പ്രഖ്യാപിച്ച പദ്ധതി തന്നെ, നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി തന്നെ മഹാത്മാഗാന്ധിജിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അത് അങ്ങേക്ക് അറിയില്ലെങ്കിൽ അങ്ങയുടെ അറിവുപൂർവ്വം എന്ന് മാത്രം എനിക്ക് പറയാൻ സാധ്യമാകുള്ളൂ. നിങ്ങൾ ഈ ചർച്ച എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലാണ് കൃത്യമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തണം എന്നുള്ള അജണ്ടയുള്ളത്. ഞങ്ങൾക്കങ്ങനെയില്ല. ഞങ്ങളുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിജി അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് പാർട്ടി പരിപൂർണമായിട്ട് മഹാത്മാഗാന്ധിജിയെ സ്മരിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ചിന്താധാരകളും കൃത്യമായി ലോകരാഷ്ട്രങ്ങളിൽ പ്രചരിപ്പിക്കുന്നതും ഈ വാല്യൂ മനസ്സിലാക്കുന്നതിലും പരാജയപ്പെട്ടു. അവർ നെഹ്റുവിൻ്റെ പുറകെ ഓടുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ ഗാന്ധിജിയുടെ പേര് പോലും കട്ടെടുത്ത് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് വേണ്ടിയാണ് നിഷാദ് റാവുത്തർ സംസാരിക്കുമ്പോൾ ഞങ്ങൾ യഥാർത്ഥ മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും കൃത്യമായി പ്ലേസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് 10 വർഷക്കാലമായി ഇന്ത്യൻ കറൻസിയിലുള്ളത് ആരുടെ പടമാണ്? നെഹ്റുവിന്റെ പടമാണ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു കഴിയട്ടെ സാർ, നിങ്ങൾ അതിനെ വക്രീകരിച്ച് കാണുന്നത് അത് നിങ്ങളുടെ അജണ്ടയാണെന്ന്. നിങ്ങളുടെ മസ്തിഷ്കത്തിൽ നരേന്ദ്രമോദിയോടുള്ള വിരോധം അത് കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ നാവിൽ നിന്നിരുന്ന വാക്കുകളെ അവനവന്റെ ഇഷ്ടാനുസരണം അതിനെ തെറ്റിദ്ധാരണാജനകമാക്കി ഒന്നാമത്തെ കാര്യം ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾ ഇതിന് മേലെ കൂടി എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. നമുക്കിത് പരിമിതമായ സമയമുള്ള ഒരു ചർച്ചയല്ലേ, കാര്യങ്ങൾ താങ്കൾ പറയൂ. അതായത് നിങ്ങൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ചെയ്തത് എന്താണ്? നിങ്ങൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ചെയ്തത് എന്താണ് എന്ന കാര്യം പറയൂ. എന്താണ് നിങ്ങൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ചെയ്തത് എന്താണെന്ന് പറയൂ, അല്ലാതെ ഇങ്ങനെ ഉപരിപ്ലവമായി പ്രസംഗിക്കല്ലേ. 10-75 വർഷക്കാലമായിട്ട് മഹാത്മാഗാന്ധിജിയുടെ ഒരു വാല്യൂവും ഈ നാട്ടിൽ കൃത്യമായി കുറെ പേരുകൾ ഇട്ടിരുന്നുകൊണ്ട് കാര്യമില്ല സാർ. അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിന്റെ ശൈലികൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൃത്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പും ലോകത്തിന് മുൻപിലും കൃത്യമായി പ്ലേസ് ചെയ്ത് നരേന്ദ്രമോദിയാണെന്ന് വെറുതെ പറയല്ലേ, ചുമ്മാ ഞാൻ പറഞ്ഞു. താങ്കൾ ഇങ്ങനെ പ്രസംഗിക്കല്ലേ. ഒന്നാമത്തെ കാര്യം, താങ്കൾ ഇങ്ങനെ ദീർഘനേരം പ്രസംഗിക്കല്ലേ, വസ്തുതകൾ പറയാം. ഒന്നാമത് മഹാത്മാഗാന്ധി മതനിരപേക്ഷതയുടെ സഹവർത്തിത്വത്തിന്റെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിന്റെ ആളായിരുന്നു. അത് നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറയൂ. ഞങ്ങൾ ചെയ്തു. നിങ്ങൾ എന്താ ചെയ്തത്? ലോകത്തിന് മുമ്പിൽ ഗാന്ധിയുടെ ആശയത്തെ ഈ രാജ്യം റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയാൻ എന്താ പറഞ്ഞത്? അല്ല, എന്താ താങ്കൾ ആകെ പറഞ്ഞ ഒരു സ്വച്ഛ് ഭാരത് അഭിയാന്റെ കാര്യമാണ്. വേറെ എന്താ ചെയ്ത് പറ, വേറെ എന്തെന്ന് പറ. സ്വച്ഛ് ഭാരത് അഭിയാനെ കുറിച്ച് താങ്കൾ പറഞ്ഞാൽ കേട്ടു. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ചെവി കേൾക്കുന്നില്ലെങ്കിൽ കേട്ടോ, ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മഹാത്മാഗാന്ധിജിയുടെ ആശയാദർശങ്ങളെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഉയർത്തുന്നതിൽ ഒന്നാമനായി പ്രവർത്തിച്ചു. കോൺഗ്രസ് അതിൽ പരാജയപ്പെട്ടു. ആ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതിന് നിങ്ങൾ വക്രീകരിച്ചു. ഇതിന് മേലെ എന്താ വേണ്ടത്? സ്വച്ഛ് ഭാരത് അഭിയാൻ മുതലുള്ള കാര്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് മോദി നടപ്പിലാക്കിയത് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു.
ആ പദ്ധതി ഈ ലോകം മുഴുവൻ അംഗീകരിച്ച പദ്ധതിയാണ്. മതനിരപേക്ഷതയായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നം കേട്ടോ. ഇനിയും വരുന്ന മതനിരപേക്ഷതയായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നം. ആശയങ്ങൾ പ്രചരിപ്പിക്കും. മതനിരപേക്ഷതയായിരുന്നു ഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നം. മതനിരപേക്ഷത എന്ന് പറയും. അതിലെന്താ വിരോധമുള്ളത്? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് വിഷയം ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ ഉണ്ടാക്കുന്ന കുത്തിത്തീർപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നരേന്ദ്രമോദി എന്താ ഈ 6 ഘട്ടങ്ങളിൽ പ്രസംഗിച്ചത്? ഉള്ളിൽ അജണ്ടയുള്ള നരേന്ദ്രമോദി എന്താണ് ഈ 6 ഘട്ടങ്ങളിൽ പ്രസംഗിച്ചത് എന്ന് നമ്മൾ കേട്ടതല്ലേ? അല്ലാണ്ട് നരേന്ദ്രമോദിയും BJPയും അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മതനിരപേക്ഷതയ്ക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ. നമ്മൾ തമ്മിൽ തർക്കിച്ച എവിടെ എത്താത്ത വിഷയമാണ്. ആളുകൾ മനസ്സിലാക്കട്ടെ. ശ്രീ കെ പി നൗഷാദ് അലി ഒരു പാർസിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ആൾക്കാർ ഈ കോട്ടിട്ട റൂമിൽ ഇരുന്നിട്ട് ഈ കൂത്തിത്തിരിപ്പുകളെ തിരിക്കാന്നല്ലാണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 5 വർഷം 10 വർഷമൊക്കെ ഞങ്ങൾ അധികാരത്തിൽ വരും. ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസവും കൂടി കാലിക്കടത്ത് ആരോപിച്ച ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു. ആകെ എത്ര പേര് മരിച്ചു എന്ന് കണക്കെടുത്ത് നോക്കും, നന്നാവും. ഗൂഗിളിൽ അവൈലബിൾ ആണ്. അല്ല, ശ്രീ കെ പി നൗഷാദ് അലി, മോദി സത്യപ്രതിജ്ഞയ്ക്ക് ഉള്ള ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ സംപ്രേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രസാർ ഭാരതി തിരക്കിട്ട യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെ വെച്ച് കർത്തവ്യ പഥിൽ അത് നമ്മൾ ഒരുപാട് ശരി അല്ല, അതിന്റെ പേരിൽ വേണ്ട. ആളുകൾക്കറിയാലോ. ഇനിയിപ്പോ താങ്കൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ ആളുകൾ അങ്ങനെ മനസ്സിലാക്കട്ടെ. ആയിക്കോട്ടെ, ഇനി ഞാൻ പറയുന്ന തട്ടിപ്പെങ്കിൽ ആളുകൾ അങ്ങനെ മനസ്സിലാക്കട്ടെ. അല്ല, സി കെ പി നൗഷാദ് അലി, മോദി സത്യപ്രതിജ്ഞയ്ക്കുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. കർത്തവ്യ പഥിൽ ജൂൺ 8, 9 ദിവസത്തിലുണ്ടാവും. അത് മാത്രമല്ല, പ്രസാർ ഭാരതി അതിന്റെ തിരക്കുകളിലൊക്കെയാണെന്ന് കേൾക്കുന്നു. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഞാനായിരിക്കുമെന്ന് മോദി തീരുമാനിച്ചിട്ടുണ്ട് എന്ന മട്ടാണ്. അല്ല, അത് നരേന്ദ്രമോദി അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം അദ്ദേഹം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് സമീപകാലത്ത് നമ്മുടെ ഒരു അന്തർദേശീയ രാഷ്ട്രീയത്തിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹവും ഇതേപോലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അദ്ദേഹം ഇതുപോലുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു. അവസാനം തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അനുയായികളെയായിട്ട് അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ദിവസങ്ങളോളം അമേരിക്കയുടെ തെരുവുകളെയൊക്കെ സ്തംഭിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ട്രംപിൻ്റെ വലിയ സുഹൃത്താണ് എന്ന് അവകാശപ്പെടുന്നയാളാണ് നരേന്ദ്രമോദി. അദ്ദേഹം അത്തരത്തിലൊക്കെയുള്ള ചില നീക്കങ്ങൾക്ക് തുടക്കമിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് മൊത്തത്തിലൊരു കോമഡി ആവുമ്പോൾ ഇത്തരം കാര്യങ്ങളും ആ ഒരു പട്ടികയിൽ പെടുത്തുക എന്നതിനുപരിയായിട്ട് മറ്റതൊന്നൊരു ഗൗരവതരമായ ചർച്ച അർഹിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇവിടെ പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയൊക്കെ ലോകം മുഴുവൻ അറിയും, പക്ഷേ മഹാത്മാഗാന്ധി അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യം പറഞ്ഞാൽ മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും തങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടത് ഗാന്ധിയിൽ നിന്നാണെന്നും തങ്ങളുടെ വലിയ വഴിവിളക്കും മാർഗ രേഖയൊക്കെ ഗാന്ധിയാണെന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ നാട്ടിൽ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിട്ട ആളുകളാണ്. അവരൊക്കെ അതത് നാട്ടിൽ തന്നെ അറിയപ്പെടുന്നത് അവിടുത്തെ ഗാന്ധി എന്ന പേരിലാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഉല്ലാസ് ബാബുവിനെ പോലെ ഇതിനൊക്കെ ചുമതലപ്പെട്ട ഇങ്ങനെയുള്ള ആളുകളൊക്കെ വാശി പിടിച്ച് ഇങ്ങനെയൊക്കെ അലറി വിളിക്കുന്നു എന്നല്ലാതെ ചെറിയ സ്വബോധമുള്ള മനുഷ്യനെങ്കിലും എന്താണ് ഇതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. എന്തിനാണ് ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ ഇദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ മാധ്യമപ്രവർത്തകനായ ശ്രീജിത്ത് ദിവാകരൻ പറയുകയുണ്ടായി, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കണക്കുകൂട്ടി പറയുന്നതാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ ആ കണക്കുകളൊക്കെ ഈ രാജ്യത്ത് തെറ്റുന്ന കണക്കുകളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യമൊക്കെ അത്രമാത്രം ശക്തമാണ്. ഈ രാജ്യത്തിന് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുണ്ട്. നെഹ്റു ഒരിക്കൽ ഇന്ത്യ കണ്ടെത്തൽ പുസ്തകത്തിൽ നിരീക്ഷിച്ച പോലെ 5000-ലധികം കൊല്ലങ്ങളുടെ പാരമ്പര്യമുള്ളൊരു രാജ്യം. ആ രാജ്യത്തിൻ്റെ ദീർഘമായ ചരിത്രത്തിൽ ചില അഭിശപ്ത കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ മറികടന്ന് വീണ്ടും മുമ്പോട്ടൊഴുകി സ്വാസ്ഥ്യത്തെ തിരിച്ചു പിടിച്ച ഒരു ആന്തരിക ശേഷി ഈ രാജ്യമെന്നും പ്രകടമാക്കിയിട്ടുണ്ട്. ആ ശേഷിയൊക്കെ നരേന്ദ്രമോദി കാലമെന്ന 10 വർഷത്തെ അഭിശപ്ത കാലത്തെയും പഴങ്കഥയും കടങ്കഥയുമാക്കി ഈ രാജ്യം മുന്നോട്ട് തന്നെ കുതിക്കും. അതിനകത്തൊരു തർക്കം വേണ്ട. ഇത് ഇത്തരത്തിലൊക്കെ പറയുന്ന ആളുകളെയൊക്കെ ചരിത്രം എത്തരത്തിൽ വിലയിരുത്തുമെന്നുള്ളത് അവർ പോലും ഓർക്കുന്നില്ല
എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും നരേന്ദ്രമോദിക്ക് ഇത് ബോധപൂർവം എഴുതി കൊടുക്കുന്നതാണെങ്കിൽ ഇവരൊക്കെ ജീവിക്കുന്നത് ഏതോ മൂഢന്മാരുടെ സ്വർഗത്തിലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മളങ്ങനെ കുറച്ച് കാണേണ്ടതില്ല. കോൺഗ്രസ്സിന് പോലും ഒരു തിരിച്ചടി ഉണ്ടായത് ഞാൻ ഓർത്തു പോവുകയാണ്. 1977 ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇവിടുത്തെ എല്ലാ ഇൻ്റലിജൻസ് ബ്യൂറോവിൻ്റെയും ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ കണക്ക് ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ അവരുടെ ക്യാബിനറ്റിലെ അവസാനത്തെ ആളെയും തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ച ഒരു ജനാധിപത്യമാണ് ഇന്ത്യയിലെ ജനാധിപത്യം. 3 വർഷം കഴിഞ്ഞപ്പോൾ ഇത് നടപ്പുള്ള കാര്യമല്ല, ഇന്ദിരാഗാന്ധിയാണ് ഭേദമെന്ന് കണ്ടപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അത്തരത്തിലൊക്കെ വലിയ പ്രതികരണ ശേഷി 19 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പലപ്പോഴും അപഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന നിരക്ഷര കുക്ഷികളായ ഉത്തരേന്ത്യൻ ഗ്രാമീണർ അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവേകവും ജനാധിപത്യവും പ്രകടമാക്കിയിട്ടുണ്ട്. ശ്രീജിത്ത്, ഇപ്പം നരേന്ദ്രമോദി നോക്കൂ, സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ സ്വീകരിക്കുന്നു, G7 ഉച്ചകോടിയിൽ പോകാൻ ക്ഷണം സ്വീകരിക്കുന്നു. മോദി അത്രയും പക്കാ കോൺഫിഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഇന്ത്യ സഖ്യം എന്തോ വലിയ വേവ് ഉണ്ടാക്കാൻ പോകുന്നു, നരേന്ദ്രമോദി ദുർബലപ്പെട്ടേക്കും എന്നൊക്കെയുള്ള അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് മോദിയുടെ ഒരു കോൺഫിഡൻസ് വെച്ചാൽ ഒരർത്ഥത്തിൽ മോദിക്ക് വേണമെങ്കിൽ 7ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. മോദി കോൺഫിഡൻ്റ് ആണെന്ന് കാണുന്ന ആളുകളെ ചിലപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം. ആ സ്ട്രാറ്റജി മാറ്റി നിർത്തിയാൽ മോദിയുടെ ആത്മവിശ്വാസത്തിന് എത്ര അടിസ്ഥാനം ഉണ്ടെന്നാണ് കാണുന്നത്? അല്ല, ഇവർക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ദീർഘകാല പരിപാടിയാണ് പല സ്ഥലത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള കാര്യം പ്രസ്താവിക്കണം, അതിൻ്റെ ഒരു പ്രഖ്യാപനം നടക്കണം, അതിൻ്റെ മീഡിയ ഔട്ട് എപ്പോഴാണ് പുറത്തു വിടേണ്ടത് എന്നുള്ള കാര്യം വരെ ഇവർ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ പറഞ്ഞ രീതിയിൽ ഈ കർത്തവ്യമാർഗ്ഗം തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആ ഒരു പരിപാടി ഇന്നിപ്പോൾ പുറത്തുവിട്ടത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ BJP ഒരു തെരഞ്ഞെടുപ്പിൽ പരിഭ്രമിച്ച ഒരേ ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൃത്യമായ പരിഭ്രമം പല സമയത്തും പ്രകടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന സമയമാകുമ്പോഴേക്കും ഈ പറയുന്ന പലതരത്തിലും ഉണ്ടായിട്ടുള്ള ഔട്ട്പുട്ടുകളെ അവർക്ക് അവരുടേതായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല സമയത്തും പല തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ ജനഹിതം ഈ പറഞ്ഞ രീതിയിൽ BJPക്ക് എതിരായിട്ടാണെങ്കിൽ പോലും സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് മാറ്റുന്ന തരത്തിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവൊക്കെ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷ, നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷകൾ വേണ്ടതൊക്കെയാണ്. പക്ഷേ അതിനെ നമുക്ക് വളച്ചൊടിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പല സാഹചര്യങ്ങളും നമ്മൾ പല സംസ്ഥാനങ്ങളിലും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം തന്നെ ഈ ഇലക്ഷനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ റിസൾട്ടിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്, അതായത് ജനഹിതം എന്തായാലും റിസൾട്ട് മാനേജ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവർ ഭരണത്തിലേക്ക് വേറെ തരത്തിലേക്ക് ആളുകൾ വരും എന്നുള്ളൊരു തരത്തിലേക്ക് മാറ്റാനായിട്ട് BJPക്ക് പലപ്പോഴും റിസൾട്ട് എന്തായാലും ഭരണം ഞങ്ങൾ ഉറപ്പിക്കുമെന്ന മോദിയുടെ കോൺഫിഡൻസിന് അപകടകരമായ ഒരു വായന കൂടി സാധ്യമാണോ എന്നാണ് ശ്രീജിത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ്. എൻ്റെ സമയം കഴിഞ്ഞോട് ഞാൻ നടപടിയാണ്. താങ്ക് യു ശ്രീജിത്ത്. ഒപ്പം തന്നെ ശ്രീ ഉല്ലാസ് ബാബു, നൌഷാദ് അലി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അവസാന ദിവസങ്ങളിലെ വിവാദങ്ങൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.